ഇത് പരിശീലിച്ചു നോക്കൂ നിങ്ങൾ. ആ കൃഷ്ണനെ ഉള്ളിൽ കാണാൻ, പുറത്ത് കണ്ട കൃഷ്ണനെ ഉള്ളിൽ കണ്ട് തന്നെ ആ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു 3 കാര്യങ്ങൾ പറയണം. എന്താണ് പറയേണ്ടത്? അപ്പൊ നിങ്ങൾക്ക് കാണാം, ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം, ജീവിതം ഒരു ദുഃഖവും ഇല്ല. പിന്നെ നിങ്ങൾക്ക് നന്നാവണോ, നിങ്ങൾ എണീറ്റ് പണിയെടുക്കണം, പരിശീലിക്കണം, നിങ്ങൾക്കുയരണം. ഭാഗവത സംസ്കൃതി എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു അമൂല്യമായ നിധിയാണ് ഭാരത സംസ്കൃതി. ഇന്ന് നമുക്കറിയാം, സനാതന ധർമ്മം എന്ന് പറയുന്ന ഭാരത സംസ്കാരം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു സംസ്കാരമാണ്. പൊളിറ്റീഷ്യന്മാരുടെ ഇടയിൽ വളരെയധികം ക്രിറ്റിസൈസ് ചെയ്യുന്ന, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യുന്ന, ചിലപ്പോൾ നമ്മളെ വളരെയധികം ഒരു ബാർബേറിയസ് എന്നോ ബാക്ക്വേർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു തരം കമന്റ്സ് ഒക്കെ നമ്മൾ പല രാഷ്ട്രീയ നേതാക്കന്മാരെന്നൊക്കെ കേൾക്കാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സനാതന ധർമ്മത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. കുരുസ്തോത്രത്തിൽ പറയും, അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവരുടെ ഉള്ളിലും വലിയ അത്ഭുതകരമായ ട്രഷേഴ്സ്, സമ്പത്ത് നിധികളുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഉള്ളിലുള്ള നിധി അറിയാതെ നമ്മളങ്ങനെ അന്ധരായി ജീവിക്കുമ്പോഴാണ് നമ്മളെ പലർക്കും ഡീഗ്രേഡ് ചെയ്യാൻ തോന്നുക. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ, സനാതന ധർമ്മം, വാട്ട് ഈസ് സനാതന ധർമ്മം എന്ന് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സനാതന ധർമ്മം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരേണ്ടത്, ഉള്ളിലുള്ള സനാതനമായ സത്യത്തെ, ശാശ്വതമായ സത്യത്തെ ഉണർത്തുന്ന, ഉയർത്തുന്ന ധർമ്മമാണ്, ആചരണമാണ് സനാതന ധർമ്മം. ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്ന സനാതനമായ ശക്തി, സത്യമുണ്ട്. ഇവിടെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ അന്ധമായ ഒരു കാര്യമല്ല. ഇതാണ് സ്വാമി വിവേകാനന്ദജിയൊക്കെ പറഞ്ഞ, അവനവരിൽ ഉറങ്ങിക്കിടക്കുന്ന ട്രഷേഴ്സ്, നിധികളെ ഉണർത്തുക. സനാതന ധർമ്മം മനുഷ്യനെ ഉണർത്തുന്നതാണ്, ഉയർത്തുന്നതാണ്, വികസിപ്പിക്കുന്നതാണ്. എന്താണ് ഈ സനാതന ധർമ്മം? ഇന്ന് ആധുനിക സയൻസുമായിട്ടൊക്കെ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ, ഫിസിക്സുമായിട്ട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ സനാതന ധർമ്മം എന്ന വാക്ക് ഒരു സയൻസിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ, ഫിസിക്സിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ, ഫിസിക്സ് പഠിപ്പിക്കുന്നതും ഈ പ്രപഞ്ചം സനാതനമാണ്, ഇൻഫിനിറ്റ് ആണ്. സനാതനം എന്ന വാക്കിനർത്ഥം ഒരിക്കലും നാശമില്ലാത്തത്, നശിപ്പിക്കാൻ പറ്റാത്തതെന്നാണ്. അതല്ലേ ഐൻസ്റ്റീനിയൻ ഫിസിക്സ്. സയൻസ് പഠിപ്പിക്കുന്നത് ഇതല്ലേ, നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്, അല്ലെ? ഊർജത്തെ ഉണ്ടാക്കാനും സാധ്യല്ല, ഊർജം നശിപ്പിക്കാനും സാധ്യല്ല എന്നാണ് സ്കൂളിൽ പഠിക്കുന്നത്, നമ്മൾ ഫിസിക്സ് പഠിപ്പിക്കുന്നത്. ആണോ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ആണോ അല്ലയോ? ഇത് തന്നെയല്ലേ സനാതനം. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തെന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം. ഇതല്ലേ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഋഷി വിളിച്ചു പറഞ്ഞത്. ആ നാശമില്ലാത്തതിനെ വികസിപ്പിക്കുക, ഉണർത്തുക, കണ്ടെത്തുക. ധർമ്മം എന്ന വാക്കിന് ആചരണം എന്നാണ് അർത്ഥം. എപ്പോഴും ധർമ്മം 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 എന്ന് കേൾക്കുമ്പോൾ ആചരിക്കുക, ധരിക്കുക എന്നർത്ഥം എടുക്കണം. ധർമ്മം എന്ന വാക്കിന് ചേർത്ത് വെക്കേണ്ട ഒരു വാക്കാണ് ആചാരം ധർമ്മം. ആചാര പ്രഭവോ ധർമ്മ. ആചരിക്കേണ്ടതാണ് ധർമ്മം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലത് ആചരിച്ചാൽ, ആചരിക്കുക പറഞ്ഞാൽ അനുഷ്ഠിച്ചാൽ, ശീലിച്ചാൽ, പ്രാക്ടീസ് ചെയ്താൽ സനാതനമായതിനെ നമുക്ക് കണ്ടെത്തി ഉയർത്താം. ഇതാണ് നമ്മുടെ ഭാരത ഋഷിവര്യന്മാരെ പറഞ്ഞെങ്കിൽ ഇതല്ലേ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് സയൻസ് ഇൻ ദ വേൾഡ്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഓരോ മനുഷ്യരും ശ്രദ്ധിക്കുക, ജന്മം കൊണ്ട് തന്നെ നല്ല ശക്തിയും കഴിവും ഉള്ളവരായിട്ടാണ് ഇങ്ങോട്ട് ഈ ഭൂമിയിൽ വന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള റിസോഴ്സ് എന്താണെന്ന് നമുക്ക് ആരും പറയും കാണിച്ചു തന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഭാരതത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഗീതയിൽ 14 ചാപ്റ്റർ എടുക്കുന്നതാണ്. സനാതന ധർമ്മം എന്താണെന്ന് അറിയണമെങ്കിൽ 14 ചാപ്റ്റർ എടുക്കണം. ഗീത 14 അധ്യായം നമ്മൾ പഠിക്കണം. ഈ 14 അധ്യായത്തിൽ കൃഷ്ണൻ 5-ാം ശ്ലോകത്തിൽ പറയും, എല്ലാ മനസ്സുകളും, നോക്കൂ ഇത് ശരിക്കും പഠിക്കണം നമ്മളെ, എല്ലാ മനസ്സുകളും, ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും മനസ്സുകൾ, ഈ മനസ്സെന്ന് പറയുന്നത് 3 ഗുണങ്ങൾ ചേർന്ന ചിന്തകളുടെ, സ്വഭാവങ്ങളുടെ, ശീലങ്ങളുടെ, സംസ്കാരങ്ങളുടെ ഒരു കൂടാരമാണ് മനസ്സ്. എത്ര? 3 ഗുണങ്ങളുടെ, 3 ഗുണങ്ങൾ. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന പോലെ മനസ്സിലും 3 ഗുണങ്ങൾ. ഏതൊക്കെയാണ്? 5-ാം ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ. സത്വം രജതമ ഇതി ഗുണാ പ്രകൃതി സംഭവ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യം. കണ്ടോ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇനി കൃഷ്ണൻ ഫർദർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. തമോ ഗുണം എന്നാൽ എന്താണ്? നോക്കൂ, നിങ്ങൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം, നാളെ കഴിവുള്ള, കരുത്തുള്ള, കരുണയുള്ള, കരുതലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ, അപ്പൊ ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഓരോ മനസ്സിലും തമോ ഗുണവും, പറയൂ, രജോ ഗുണവും സത്വഗുണവുമുണ്ട്. ഇതിൽ ചിലവരുടെ മനസ്സ് തമോ ഗുണം ഡോമിനേറ്റഡ് ആണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു അലസത, മടി, വെറുതെ മൊബൈലിൽ തോണ്ടി സുഖം കണ്ടെത്തുക. കാരണം സുഖമാണല്ലോ മനുഷ്യന് വേണ്ടത്. അപ്പം പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ അലസമായി സുഖം കാണുന്ന ഒരു ജീവിതത്തെയാണ് തമോ. അതെല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഈ തമോ ഗുണമാണ് വാസ്തവത്തിൽ ഒരാളുടെ പുരോഗതിക്ക് ഏറ്റവും തടസ്സം സൃഷ്ടിക്കുന്നത്. ഈ തമോ ഗുണം അധികരിച്ച മനസ്സിനെയാണ് ശൂദ്ര മനസ്സെന്ന് പറഞ്ഞത്. അത് കളിയാക്കാനല്ല, അത് സ്വയം മനസ്സിലാക്കാനാണ്. അതുകൊണ്ടാണ് ഋഷി എഴുതിയത് ജന്മനാജായതേ ശൂദ്ര എന്നാണ്. എല്ലാവരുടെ ഉള്ളിലും തമോ ഗുണം ഉള്ളത് കൊണ്ട് എല്ലാവരും ഒരു ശൂദ്രത്വം ഉണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? തമോ ഗുണം എല്ലാവരിലും ഉണ്ട്. തമോ ഗുണം എന്താ ചെയ്യുന്നത്? തമോ ഗുണം നമ്മുടെ ഉള്ളിലുള്ള ശക്തി, കഴിവ്, ഇതിനെല്ലാം വല്ലാതെ ഇങ്ങോട്ട് മറച്ച് നമ്മളെ അങ്ങോട്ട് ഒരു അലസതയിലും മടിയിലും ഒരു വല്ലാത്ത ഒരു ഇൻട്രോവേർട്ടഡ്നെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഒന്നിനോട് താല്പര്യമില്ലാതെ വെറുതെ ഇരുന്ന് ടൈം പാസ് ചെയ്യില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതായത് ഉള്ള എനർജി വെറുതെ യൂസ്ലെസ് ആക്കി കളയുന്ന അവസ്ഥ. വെറുതെ ഇരിക്കുന്നതിൽ ഒരു സുഖം കാണാം. ആണോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? എല്ലാവരിലും ആ തമോ ഗുണമുണ്ട്. രണ്ടാമത്തതാണ് രജോ ഗുണം. രജസ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ആണ്, അജിറ്റേഷൻ ആണ്. മനസ്സ് വളരെ ഫ്ലിക്കറിങ്, വളരെയധികം വെറുതെ ഇരിക്കില്ല. അപ്പം മനസ്സെന്ത് ചെയ്യും? രജോ ഗുണ മനസ്സ് ഓരോന്ന് ചെയ്യാൻ. അതാണ് ഇന്നിപ്പോ നമ്മൾ ഇംഗ്ലീഷിൽ ഹൈപ്പർ എന്നൊരു വാക്കുണ്ട്. അതായത് ഒട്ടും അടങ്ങിയിരിക്കുന്ന സ്വഭാവമില്ല. അത് ചെയ്ത് ഇത് ചെയ്ത് എന്ന് വെച്ചാൽ ഒന്നിലും പക്ക കോൺസെൻട്രേഷൻ ഇല്ലാതെ പലതിലേക്കും ഒന്ന് തൊടുമ്പോഴേക്കും ഒന്ന് വേറെ ഒന്നിലും ഒരു മനസ്സില്ല. ഒരു വെപ്രാളം എന്ന് പറയില്ലേ, ഭയങ്കര വെപ്രാള മനസ്സ്. ആ മനസ്സിനെയാണ് എന്ത് പറയാ? പറയൂ, രജോ ഗുണ മനസ്സ്. അതാണ് ഈ വെപ്രാളം ഉള്ള വീട്ടിലൊക്കെ പോയ ചായക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പഞ്ചസാരയ്ക്ക് ഒരു ഉപ്പൊക്കെ ഇട്ട് തരും. കാരണം ഉപ്പിന്റെ ഭരണിയും ചായയുടെ പഞ്ചസാര ഒക്കെ അടുത്തു വെച്ചിട്ടുണ്ടാവും. ബോധം ഉണ്ടാവണ്ടേ ഇത് എന്താണെന്നുള്ളത്. ഇല്ലേ? വെപ്രാളം വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഈ വെപ്രാളികളുടെ അടുത്തിരുന്നിട്ടുണ്ടല്ലോ, പറയുമ്പോൾ സൂക്ഷിക്കണം. അയൺ ചെയ്യുന്ന സമയത്തൊക്കെ അവരോട് വർത്തമാനം പറയുമ്പോൾ അവർക്ക് ഫോൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ചോളണം. പണ്ടൊരു വെപ്രാളിക്ക് ഫോൺ വന്നപ്പോൾ ഹലോ, പിന്നെ അലർച്ചയാണ്. കാരണം ഈ മൊബൈലാണെന്ന് പറഞ്ഞൊക്കെ ബോധത്തിൽ വെക്കുന്നത്. കാരണം വെപ്രാളം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?
വെപ്രാളികൾ ചെയ്യുന്ന പണിയാണ്. ആണോ? ഒന്നുമിണ്ടാത്തത്. ഈ ഒരു അമ്മാവന്റെ ഒരു കഥ പറയും. അമ്മാവനൊരു വെപ്രാളിയാണ്. മരുമകൻ ലീവിന് വന്നപ്പം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ട്രെയിൻ വന്നപ്പോണ്ടല്ലോ അമ്മാവനൊരൊറ്റ ഓട്ടവും കയറ്റവും. മരുമകൻ നോക്കുമ്പോ അമ്മാവനെ കാണുന്നില്ല. ട്രെയിൻ പോവുകയും ചെയ്തു. പിന്നെയാണ് പറയുന്നത് അമ്മാവൻ ട്രെയിനിന്റെ അകത്ത് കയറിപ്പോയിരുന്നത്. കൊണ്ടുവിടാൻ വന്ന ആളാണ്, പോവേണ്ട ആള് മരുമകനും. ഈ വെപ്രാളികൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതായത് എന്താണ് ഏതാണ് എന്നുള്ളൊരു ബോധമുണ്ടാവില്ല. അബദ്ധങ്ങളൊക്കെ കാണിച്ചു. ആണോ അല്ലയോ? പലപ്പോഴും നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ 2 പ്രാവശ്യമൊക്കെ ഉപ്പിട്ട അമ്മമാരുണ്ടാവില്ലേ? കറിയില്ലേ? ഉണ്ടോ? കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ രണ്ടാമത്തത് രജോ ഗുണമാണ്. അവരാണ് വൈശ്യന്മാര്. മൂന്നാമത്തതാണ് സത്വഗുണം. സത്വഗുണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെയധികം ഏകാഗ്രത ഉള്ള മനസ്സാണ്. അപ്പൊ ശ്രദ്ധിക്കുക നിങ്ങൾ, എല്ലാ മനുഷ്യ മനസ്സുകൾക്കും ഒരു സത്വഗുണ ക്വാളിറ്റി ഉണ്ട്. എന്തുണ്ട്? നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷി പറയും സത്വഗുണവും വേണം, സമചിത്തതയും വേണം. നോക്കൂ, ഇത്രയും മനുഷ്യന്റെ ബ്രെയിനിനെ കുറിച്ച് പഠിച്ചവര് ലോകത്തിൽ ആരുമില്ല. നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഒന്നുമല്ല. കൃഷ്ണൻ പറയുന്നത് മനുഷ്യന്റെ തലയിൽ 2 ഭാഗങ്ങളാണ്. ഒന്ന് ബുദ്ധിയും 2 മനസ്സും. ഒന്ന് ബുദ്ധിയും 2 മനസ്സും. ഈ വാക്കുകളൊന്നും സ്കൂൾ എഡ്യൂക്കേഷനിൽ പോലും അറിയാത്ത കാര്യങ്ങളാണ്. ഗീതയിൽ 12-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകത്തിൽ കാണാം, കൃഷ്ണൻ പറയുന്നു മയ്യേവ മന ആദസ്വ മൈ ബുദ്ധിം നിവേശ. ഈ മന ബുദ്ധി എന്നൊക്കെയുള്ള വാക്ക് ഗീതയിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ മനസ്സെന്നും ബുദ്ധി എന്നും 2 പാർട്ടുകൾ നമ്മുടെ തലയിലുണ്ട്. ഇന്നിപ്പോ അത് സൈക്കോളജി മനസ്സിലാക്കിയത് കൊണ്ടാണ് IQ EQ എന്ന 2 വാക്ക് കേട്ടിട്ടുണ്ടാവും. IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് കോഷ്യന്റ് ആൻഡ് EQ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോഷ്യന്റ്. അതായത് മനുഷ്യനിലൊരു ഇന്റലക്ച്വൽ ബ്രെയിൻ, അതായത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ സാധിക്കുന്ന, നോളജ് ഗ്യാദർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ട്. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യനിലെ വികാരങ്ങൾ, സ്നേഹം, ഇഷ്ടം, കാമം, ക്രോധം, എല്ലാ അസൂയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന, നല്ലതും ചീത്തതും വികാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഇമോഷണൽ മൈൻഡ് നമുക്കുണ്ട്. ഉണ്ടോ? ഈ ഇമോഷണൽ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ ഇന്ന് എഡ്യൂക്കേഷനിൽ യാതൊന്നും ഇല്ല. ഈ പറഞ്ഞ തമോ ഗുണവും രജോ ഗുണവും ഒക്കെ എവിടെയാണ്? ഇമോഷണൽ മൈൻഡിലാണ്. എവിടെയാണ്? പറയൂ. അപ്പൊ ഈ ഇമോഷണൽ മൈൻഡ് ബ്രെയിനിനെ അങ്ങോട്ട് സ്വാധീനിച്ചു കഴിഞ്ഞാൽ ബുദ്ധി ഉണ്ടായിട്ടും പറയൂ കാര്യമില്ല. അപ്പം ഇമോഷണൽ മൈൻഡ് ഡള്ളായാൽ ഒന്നും തലയിൽ കയറില്ല, ഒന്നിനും പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതേപോലെ ഇമോഷണൽ മൈൻഡ് വളരെ അജിറ്റേറ്റിംഗ് ആയാൽ ഫോക്കസ് ചെയ്യാൻ കഴിവുണ്ടാവില്ല, പലതിലേക്കും ശ്രദ്ധ പോവും. അതാണ് ഒരു ജോലി ചെയ്താൽ താല്പര്യമില്ല, അടുത്ത ജോലിക്ക് പോയി അതിലും താല്പര്യമില്ല. ഇതുപോലെ തന്നെയാണ് കല്യാണം കഴിച്ചാൽ ഒന്ന് കെട്ടി, അത് ശരിയല്ല, വേറൊന്നിനെ കെട്ടി, അതും ശരിയല്ല. നിങ്ങൾ നോക്കൂ, എത്ര ബുദ്ധി ഉണ്ടായാലും ഈ ഇമോഷണൽ മൈൻഡ് ശരിയല്ലെങ്കിൽ എത്ര കെട്ടിയിട്ടും കാര്യമില്ല. മനസ്സിലായില്ലേ? കാരണം അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കാൻ അവരെ അനുവദിക്കില്ല. എന്നാൽ വെറും സത്വഗുണം മാത്രമായാലോ അതിലും അപകടമാണ്. ബുദ്ധി വളരെയധികം ഓവർ ബുദ്ധിയായാലും അവർക്ക് ചില പരാജയങ്ങളെ, ക്രിറ്റിസിസം ഉൾക്കൊള്ളാൻ സാധ്യല്ല. അതുകൊണ്ടാണ് ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഈ അമേരിക്കയിലൊക്കെ കാണാം MIT പഠിക്കുന്ന കുട്ടികൾ സൂയിസൈഡ് ചെയ്യണം. കാരണം ചിലത് അവർക്ക് അങ്ങോട്ട് ഗെറ്റ് ലോങ് ചെയ്യാൻ പറ്റില്ല. വലിയ വലിയ ബിസിനസ്സുകാരൻ നിങ്ങൾ കണ്ടില്ലേ, എന്താണ് കോഫി ഡേ ചെയർമാൻ സിദ്ധാർത്ഥ റേ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടില്ലേ നിങ്ങൾ? 9,000 crores കടണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പോയി സൂയിസൈഡ് ചെയ്തു. എന്നാൽ അയാളുടെ ഭാര്യ പിന്നീട് ആ കടങ്ങളൊക്കെ തീർത്തിട്ട് അവള് ആ കമ്പനി സക്സസ്ഫുൾ ആക്കിയ ചരിത്രമുണ്ട്. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലിയ വലിയ ബിസിനസ്സുകാരൻ സൂയിസൈഡ്, കാരണം അവർക്ക് ചില പരാജയങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ബുദ്ധിയുടെ ഏകാഗ്രതയും വേണം, മനസ്സിന്റെ സമചിത്തതയും വേണം. എന്താണ്? ബുദ്ധിയുടെ ഏകാഗ്രതയും വേണം, മനസ്സിന്റെ
സമചിത്തതയും വേണം. ഇത് കൈവരിക്കാൻ ചില ട്രെയിനിങ് ആവശ്യമാണ്. ഇപ്പൊ കുട്ടികളെയൊക്കെ നിങ്ങൾ ഈ വെക്കേഷനിൽ പരീക്ഷിച്ചു നോക്കുക. ചെറിയ കൊച്ചു കുട്ടികളെ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് റിസർച്ച് പോലെ ചെയ്യാം. കാലത്തെണീറ്റ് ക്ഷേത്രങ്ങളിൽ എന്തിനു പോകണമെന്ന് ചോദിച്ചാൽ ഈ 8 മണിക്കും 10 മണിക്കും നല്ല അമ്പലത്തിൽ പോകേണ്ടത്. കാലത്തെണീറ്റ് ക്ഷേത്രത്തിൽ പോയി ആദ്യം ചെയ്യേണ്ടത് പ്രദക്ഷിണം ചെയ്യണം അമ്പലത്തിൽ. ഇതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ തമോ ഗുണത്തെ രജോ ഗുണമാക്കാനാണ്. എനിക്ക് സത്യത്തിൽ ഈ ഭഗവത്ഗീതയോടും ഭാഗവതത്തോടും വലിയൊരു ഇഷ്ടം വരാൻ കാരണം ഫിസിക്സിന്റെ തിയറി ലോകത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനും ഈ വ്യാസ ഭഗവാനൊക്കെയാണ്. നിങ്ങൾ നോക്കൂ, ഐൻസ്റ്റീനിയൻ ഫിസിക്സ് പഠിപ്പിക്കുന്ന യു കാൻ ക്രിയേറ്റ് എനർജി ബട്ട് യു കാൻ ഡിസ്ട്രോയ് എനർജി ബട്ട് യു ക്യാൻ ട്രാൻസ്ഫോം എനർജി എന്നാണ്. അതാണല്ലോ ഇപ്പൊ നമ്മൾ സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നത്. ആണോ അല്ലയോ? ഇപ്പൊ നമുക്ക് കൺവേർഷൻ ഓഫ് എനർജി നമുക്കുണ്ട്. ഈ കാര്യം സൈക്കോളജിക്കലി നമ്മൾ പഠിപ്പിച്ച അവതാരമൂർത്തിയാണ് കൃഷ്ണൻ. നിങ്ങൾ 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം എടുത്ത് നോക്കൂ. പ്രൂഫ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നതൊന്നും ബ്ലൈൻഡ്ലി എടുക്കണ്ട, എല്ലാറ്റിനും പ്രൂഫ് ഉണ്ട്. ഗീതയിലെ 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം. അതാണ് ഗീത പഠിക്കണം നമ്മൾ. അപ്പോഴേ നമുക്ക് കൃഷ്ണനെ വേറെ ലെവലിൽ നിങ്ങൾ കാണുന്നു. അല്ലെങ്കിൽ ഈ തൊഴുതുപോലെ തന്നെ പൊട്ടത്തൊഴുതുപോലെ അതിലപ്പുറം വളരില്ല നമ്മൾ. നിങ്ങൾ ആരെ തൊഴുന്നു പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഭഗവാന്റെ ഒരു മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ ഭഗവാന്റെ ഒരു ഗ്രേറ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. നിങ്ങൾ ഗീത എന്ന് വായിച്ചിട്ട് അമ്പലത്തിൽ പോയി നോക്കും, നിങ്ങളുടെ പെർസെപ്ഷനേ മാറും. നിങ്ങൾ കൃഷ്ണനെ ഒരു വിഗ്രഹത്തിലല്ല കാണുക. പിന്നെ മനസ്സിലായില്ലേ? ഭഗവാനെ നിങ്ങൾ വേറെ ചില ഭാവങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. മനസ്സിലാവുണ്ടോ? ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകത്തിൽ പറയുന്നു, ഗുണാൻ ഏതാൻ അതീത്യാണ്. ഗുണങ്ങളെ അതീത്യ മീൻസ് അതിവർത്തിയ. അതിവർത്തിയ എന്നൊക്കെ പറഞ്ഞാൽ ട്രാൻസ്ഫോം ചെയ്യുക. അപ്പൊ നോക്കൂ, ആരും ഇവിടെ ശൂദ്രനല്ല, ആരും ഇവിടെ വൈശ്യനല്ല, ആരും ഇവിടെ ഒരു ക്ഷത്രിയനുമല്ല, ആരെയും ബ്രാഹ്മണനാക്കി നിർത്താനും അല്ല അവിടെ വന്നത്. നമ്മളെ ബ്രഹ്മസായുജ്യത്തിലേക്ക് എത്താൻ, ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ അതിനുള്ള വഴികളാണിതൊക്കെ. ആണോ? പൂന്താനം അവസാനം എഴുതിയത് എന്താണ്? ബ്രാഹ്മണനാവുന്നാണോ? അവസാനത്തെ വരി പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കർമ്മങ്ങളൊക്കെ ഒടുങ്ങിക്കഴിഞ്ഞാൽ ഈ ജീവനും കൊതിക്കുന്നു, ബ്രഹ്മത്തെ കണ്ട് ജീവനും കൊതിക്കുന്നു അല്ല കുതിക്കുന്നു. ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേന്ന്. എന്തുവരും? അപ്പൊ നമ്മളെ ബ്രാഹ്മണനാക്കാനാണോ ശ്രമിക്കുന്നത്? ആരിലേക്ക് എത്തിക്കാനാണ്? ബ്രഹ്മത്തിലേക്ക്, പൂർണ്ണതയിലേക്ക്. പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. സനാതനധർമ്മം മനുഷ്യനെ പൂർണ്ണതയിലേക്ക് വികസിപ്പിക്കുന്ന സംസ്കാരമാണ്, ആചരണമാണ്. ഇത് വേണോ വേണ്ടയോ? അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. അപ്പൊ രാവിലെ അമ്പലത്തിൽ പോകുന്ന എന്തിനാണ്? തമോ ഗുണത്തെ രജോ ഗുണമാക്കാം. മനസ്സിലാവുണ്ടോ? കാരണം യു കാൻ ഡിസ്ട്രോയ് എനർജി. നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ശരിക്കും കുട്ടികളെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ശരിക്കും അച്ഛനമ്മമാര് കുട്ടികളെ വഴിതെറ്റിച്ചതാണ്. രാവിലെ ട്യൂഷൻ അല്ല പറഞ്ഞയക്കേണ്ടത്. കാരണം ഡള്ളായിരിക്കുന്ന ഒരു കുട്ടിയുടെ മൈൻഡില് എത്ര നിങ്ങൾ ട്യൂഷന് പറഞ്ഞയച്ചിട്ടും കാരണം കുട്ടിയുടെ ഉള്ളിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഡൾനെസ് ആണ്, തമോ ഗുണമാണ്. അപ്പൊ തമോ ഗുണത്തെ എന്ത് ചെയ്യണം? സത്വഗുണത്തിലേക്ക് ഉയർത്തിയാലേ ബ്രെയിനിന്റെ റിസപ്റ്റീവ്നെസ്, ബ്രെയിനിന്റെ ഷാർപ്പ്നെസ്. നോക്കൂ, ഇരുമ്പ് നല്ല ഇരുമ്പ് കൊണ്ട് കത്തി ഉണ്ടാക്കി അതിന്റെ മൂർച്ച മുഴുവൻ പോയിട്ട് എന്ത് വെട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? അതിനെന്ത് ചെയ്യണം? വല്ല കരിങ്കല്ലിട്ടിട്ട് മൂർച്ച കൂട്ടണം, അല്ലെങ്കിൽ നല്ല അരം വാങ്ങിച്ചിട്ട് അതിനെ മൂർച്ച കൂട്ടണം, അല്ലെങ്കിൽ കൊല്ലന്റെ അടുത്ത് കൊടുത്ത് അടിച്ച് ശരിയാക്കി പാകപ്പെടുത്തി തരണം. വേണ്ടേ? പണ്ട് കാലത്തൊക്കെ കൊല്ലന്മാരെടുത്ത് കൊടുക്കാറില്ലേ കത്തികളൊക്കെ? ഉണ്ടോ ഇല്ലയോ? എന്തിനാ കൊടുക്കാറ്? മൂർച്ച കൂട്ടാനാണ്. അപ്പൊ ആ ഇരുമ്പിന് മൂർച്ച കൂടാനുള്ള ഒരു കഴിവ് എന്താ? ഈ കൊല്ലൻ അതിന് മുന്നിൽ മൂർച്ച കൂട് രണ്ടെണ്ണം മൂർച്ച കൂട്ടാനല്ലേ പറഞ്ഞത്. ഇന്നിപ്പോ നിങ്ങൾ അതാ ചെയ്യണത്. മക്കളെ തല്ലിയിട്ട് ചീത്ത നന്നാക്കാൻ നോക്കുകയാണ്. ഇതിനെ തല്ലല്ല വേണ്ടത്, ഇതിനെ ഉപദേശിക്കല്ല വേണ്ടത്. കൊല്ലൻ എന്താ ചെയ്യണത്? തീയിലേക്കിട്ട് അടിച്ച് പാകപ്പെടുത്തിയതിനെ ആണോ?
എന്താ മനസ്സിലായത്? മക്കളെ തീയിലേക്കിട്ട് പാകപ്പെടുത്തിയിരുന്നതാണോ? പൊട്ടത്തരം മനസ്സിലാക്കരുത്. അപ്പൊ അതിനു വേണ്ടി അവരെ മൂർച്ച കൂട്ടുവാനാണ് ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വയ്ക്കുന്നത്. അവരറിയാതെ തമോ ഗുണം രജോ ഗുണമാണ്. എന്തൊരു ട്രാൻസ്ഫോർമേഷനാണ്. വെൻ മോഷൻ കംസ്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഒരു സ്റ്റാറ്റിക് പോലെ നിൽക്കുന്ന എനർജി അതിന് ഡൈനാമിക് ആവണമെങ്കിൽ അതിന്റെ പിന്നിലൊരു ഫോഴ്സ് വേണം. ഫോഴ്സ് കൊണ്ട് മാത്രമേ എനർജിയെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. വെള്ളം നോക്കൂ, നിങ്ങൾ തടഞ്ഞു നിർത്തി അതിനെ സ്റ്റാറ്റിക് ആക്കി നിർത്തി പിന്നെ അതിനെ ടണൽ വഴി കൊണ്ടുവന്ന് വലിയ ടർബുലേറ്ററിൽ കറക്കി അതിനെ ജനറേറ്ററിലേക്ക് കൊടുത്ത് അങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ആണോ? ഇതുപോലെ പ്രദക്ഷിണം ചെയ്യല് ഒരു ഫോഴ്സ് ആണ്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഓഫ് ന്യൂട്ടൺ. ഇതൊക്കെ പ്രാക്ടിക്കലി കാണിച്ചു തന്ന ഒരു സംസ്കാരമാണ് ഹിന്ദുവിൻ്റെത്. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കുമ്പോൾ തമോ ഗുണം ക്രമേണ എന്തായി മാറി? അമ്പലത്തിൽ നേരെ ക്യൂ നിന്ന് നടയിൽ പോയി തൊഴുതു പോകലല്ല. അതുകൊണ്ട് ഒരു കാര്യമില്ല. അമ്പലം അതിനല്ല വെച്ചത്. അമ്പലം വെച്ചിരിക്കുന്നത് തമോ ഗുണത്തെ രജോ ഗുണമാക്കാനും. ഇനി എന്ത് വേണം? ജപം കൊണ്ടുവേണം ഓങ്കാര മന്ത്രങ്ങൾ ഓം എന്നൊക്കെ നീട്ടിച്ചൊല്ലണം. ഒരു ദിവസവും ഒരു 10 പ്രാവശ്യമൊക്കെ ഓം എന്ന് നീട്ടിച്ചൊല്ലിയാൽ മൈൻഡ് ക്രമേണ കോൺസെൻട്രേറ്റഡ് ആവും. മൈൻഡിന്റെ പവർ കൂട്ടാനുള്ള, മൂർച്ച കൂട്ടാനുള്ള മന്ത്രമാണ് ഇത് ഓങ്കാര മന്ത്രം. കൃഷ്ണൻ പറയും, വേദ്യം പവിത്രമോങ്കാരം ഋക്സാമയചുരേവച. ഭഗവത്ഗീതയില് 9-ാമത് അധ്യായത്തിൽ 17-ാമത് ശ്ലോകം. അവിടെ പറയും എന്ത് വേണം? ഓങ്കാരത്തെ ചൊല്ലണമെന്ന്. ഒരു അമ്പലത്തിലൊക്കെ പോയാൽ കുറച്ചു നേരം ഇരുന്ന് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓം. അപ്പൊ എന്തായി? ഈ മനസ്സിന്റെ സിംഗിൾ പോയിന്റ്നെസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശ്ലോകം കിട്ടിയോ? വേദ്യം പവിത്രമോങ്കാരം ഋക്സാമ യജുരേവച. കണ്ടോ? ആരെങ്കിലും കിട്ടിയോ? അപ്പൊ ഇങ്ങനെ ഭഗവാൻ ഓങ്കാര മന്ത്രം ചൊല്ലാൻ പറയുകയാണ്. ഓങ്കാര മന്ത്രം മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് ക്രമേണ ബ്രെയിൻ എന്തുണ്ടാവും? മാറ്റമുണ്ടാവും. ബ്രെയിൻ ഷാർപ്പാവും, ബ്രെയിൻ പവർഫുൾ ആവും. വെറുതെ പറഞ്ഞതല്ല, ഈ മന്ത്രങ്ങളൊക്കെ ശീലിക്കണം. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെ അത് കഴിഞ്ഞാൽ അടുത്തതാണ് സത്വഗുണം വളരാൻ തുടങ്ങും. സത്വഗുണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിന് എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അതിനാണ് നമ്മൾ ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നത്. കൃഷ്ണന്റെ രൂപം എന്തിനാണ് തൊഴുന്നത്? തൊഴാനല്ലത്. ആ രൂപത്തെ സാരൂപ്യ, സാരൂപ്യ, സാമീപ്യ, സായുജ്യം ഇത് പരിശീലിച്ചു നോക്കൂ നിങ്ങൾ. ആ കൃഷ്ണനെ ഉള്ളിൽ കാണാൻ, പുറത്ത് കണ്ട കൃഷ്ണനെ ഉള്ളിൽ കണ്ട് തന്നെ ആ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു 3 കാര്യങ്ങൾ പറയണം. എന്താണ് പറയേണ്ടത്? ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പ്രവൃത്തി, കർമ്മം ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളിൽ എൻ്റെ മനസ്സ് പൂർണ്ണമായി അർപ്പിക്കാൻ പറ്റണം. അതിനെ പറയും ആത്മാർത്ഥത എന്ന് പറയും. എന്താ പറയാ? എത്ര ആത്മാർത്ഥതയിൽ ഒരാൾ, ഇൻവോൾവ്മെന്റിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ ആ കർമ്മത്തിന്റെ ക്വാളിറ്റി അവർക്ക് പറയൂ കൂടും. എത്ര ആത്മാർത്ഥതയിൽ ഒരാൾ പണി ചെയ്യുന്നുണ്ടോ അവരെ ലോകത്തിനെന്നും ആവശ്യമാണ്. ആണോ അല്ലയോ? ആണോ? അങ്ങനെയല്ലേ ഭരണാധികാരികളൊക്കെ വീണ്ടും തെരഞ്ഞെടുക്കുന്നത് അല്ലേ? ആത്മാർത്ഥത കൂടുമ്പം. അല്ലെ പിന്നെ കിറ്റ് കൊടുക്കണം, എന്നാ പിന്നെ തെരഞ്ഞെടുക്കും. കാരണം കേരളക്കാർക്ക് ആവറേജ് ഒരു കിറ്റ് കിട്ടിയാൽ എല്ലാം തീർന്നു എന്നുള്ളതാണ്. അപ്പൊ 2-1 വേണം. ഈ രീതിയിൽ ആത്മാർത്ഥത ഉണ്ടോ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും. നോക്കൂ, ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷെ പലരും അവരവരുടെ മേഖലയിൽ ആത്മാർത്ഥത വളരെ കുറവാണ്. ആണോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ മകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ആ കുട്ടി രാവിലെ എണീക്കണു, വിളക്ക് വെക്കണു, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു,
അവൾ അടുക്കളയിൽ വേണ്ട ആഹാരമൊക്കെ പാകം ചെയ്യണു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണു, ജോലിക്ക് പോകണു, വൈകുന്നേരം വന്നു മേല് കഴുകണു, ഒരു വിളക്ക് വെക്കണു, ലളിതാ സഹസ്രനാമം എന്താ ചൊല്ലണു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവൂല്ലയോ? ഉണ്ടാവുമോ? എന്നാൽ രാവിലെ 8:30 എണീക്കണു, കുളിക്കാതെ അടുക്കളയിൽ വരുന്നു, ഒരു കാപ്പി ഉണ്ടാക്കി കഴിക്കുന്നു, വേറെ ആർക്കും വേണോന്ന് പോലും ചോദിക്കുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് കുളിച്ച് ആ മുടിയൊക്കെ അങ്ങനെ തന്നെ പറത്തിയിട്ട് എന്നിട്ട് അടുക്കളയിൽ വന്ന് അമ്മ ഉണ്ടാക്കിയ പുട്ടും കടലയും പാക്ക് ചെയ്ത് ജോലിക്ക് അങ്ങോട്ട് ഇറങ്ങണു. വൈകുന്നേരം വരുന്നു, വീട്ടിലെത്തിയിട്ട് മൊബൈൽ തോണ്ടിയിരിക്കണു. 100 പ്രാവശ്യം കഴിഞ്ഞാലേ മേല് കഴുകുള്ളൂ. ഒരു നാമവും ഇല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കണു, പോയി കിടന്നുറങ്ങണു, തോണ്ടി പുറത്തിടൂ. അതിനെ എന്തോന്നും മിണ്ടാത്തത് നിങ്ങള്? പുറത്തിടൂ ഇല്ലയോ? ഞാൻ പാമ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. മതിയാവോ? അധികം കൊണ്ടുപോകാൻ പറ്റുമോ? പറയൂ. ഇല്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ആത്മാർത്ഥത ഉണ്ടാകുമ്പോഴല്ലേ ആദരവുണ്ടാകുന്നത്? ആണോ? ആത്മാർത്ഥതയില്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളോട് എന്തേ സമൂഹത്തിന് ആദരവ് നഷ്ടപ്പെട്ടത്? ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുള്ളവർ വളരെ കുറവാണ്. അത് പറയാൻ നിങ്ങൾക്ക് ഒരു കുറവുമില്ല. അതാ വേറെ കാര്യം. അതാ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരുന്നു, ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം വെക്കണം, ഓംകാരാദി മന്ത്രം ചൊല്ലണം, രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയണം, നാരായണായേതി സമർപ്പയാമി. എൻ്റെ കർമ്മങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ, എനിക്ക് വരുന്ന അവസരങ്ങളെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ എനിക്ക് സാധിക്കണം. പിന്നെന്താ പറയേണ്ടത്? രണ്ടാമത്തത്, എന്തു വന്നാലും അത് ഭഗവാന്റെ ഒരു പ്രസാദ ബുദ്ധിയോടെ എനിക്ക് കാണാൻ സാധിക്കണം. ഒരു പ്രസാദ ബുദ്ധിയോടെ, അതായത് വിഷമങ്ങൾ വന്നാലും അതും വരും, അതും എല്ലാം നല്ലതിനായിരിക്കാം എന്നുള്ള രൂപത്തിൽ ഒരു മെന്റൽ പവറോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കണം. മൂന്നാമത്, മറ്റുള്ളവരെ കഴിയുന്നത്ര സഹായിക്കാനുള്ളൊരു വിശാല മനസ്സെനിക്ക് വേണം. ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോഴല്ലോ ഒരു വ്യക്തിയിൽ ക്രമേണ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വികാസങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ മനുഷ്യൻ എത്ര അമ്പലത്തിൽ പോയി, നിങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ കണ്ണുകൊണ്ട് കണ്ടോളൂ, സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു ഗുരുവായൂരപ്പനും നിങ്ങളെ രക്ഷിക്കില്ല. സത്യസന്ധമായി പറയാണ്, ഗുരുവായൂരപ്പന്റെ മുന്നിലിരുന്നിട്ടാ പറയുന്നത്. ഞാൻ വെറുതെ പറയല്ലത്. കാരണം അതാണ് ഗുരുവായൂരപ്പൻ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. വെറുതെ നിങ്ങൾ തൊഴുതുപോയത് കൊണ്ട് യാതൊരു പറയൂ നിങ്ങള്, ആ ഹിന്ദുക്കൾ ഓർക്കണം, വെറുതെ തൊഴുതു പോവാനല്ല അമ്പലം വെച്ചത്. ഭഗവാൻ അതാ പറയുന്നത്, നിങ്ങൾ എന്നെ വെറുതെ കണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. ജീവിച്ചിരുന്ന കൃഷ്ണനെ കിട്ടിയിട്ട് കണ്ടിട്ട് കാര്യമില്ല പറഞ്ഞാൽ പിന്നുണ്ടോ വിഗ്രഹം കണ്ടിട്ട്? ജീവിച്ചിരുന്ന കൃഷ്ണനെ കണ്ടിട്ട് ദുര്യോധനൻ എന്ത് മാറ്റം ഉണ്ടായി? എന്ത് മാറ്റം ഉണ്ടായി? കംസൻ എന്ത് മാറ്റം ഉണ്ടായി? മനസ്സിലായില്ലേ? എത്രയെത്രയോ ആളുകൾ കൃഷ്ണനെ കണ്ടിട്ടില്ലേ? ശിശുപാലൻ, ജരാസന്ധൻ കണ്ടിട്ടില്ലേ? മനസ്സിലാവുണ്ടോ? നോക്കൂ നിങ്ങൾ, ഇന്നും കൃഷ്ണന്റേതെന്ന് പറയുന്ന ഭൂമി, വൃന്ദാവനം പോലുള്ള ഭൂമി, ശരിക്കും ഇവിടെ കൃഷ്ണൻ ഇത്രയും പ്രസിദ്ധമാവാൻ കാരണം ഭാഗവതത്തിലൂടെയാണ് പ്രസിദ്ധനായത്. ക്ഷേത്രം കൊണ്ടല്ല പ്രസിദ്ധമായത്. ആഞ്ഞം നമ്പൂതിരിയെ പോലുള്ളവര് ഭാഗവതത്തിലൂടെ ഗുരുവായൂരപ്പ 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 എന്ന് വിളിച്ചങ്ങനെ ലോകത്തിൽ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ മനസ്സിലായി. ഭാഗവതത്തിലൂടെയാണ് ഗുരുവായൂരപ്പൻ സുപ്രസിദ്ധനായത്. ആണോ അല്ലയോ? അപ്പൊ അങ്ങനെയുള്ളൊരു ഗുരുവായൂരപ്പൻ ഭാഗവതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു ക്ഷേത്രത്തിൽ എന്തിനാ പോകുന്നത്? പ്രദക്ഷിണം വെക്കണം, ഓംകാരാദി മന്ത്രം ചൊല്ലണം, മനസ്സിൽ കണ്ട് ആത്മസമർപ്പണം ചെയ്ത് കർത്തവ്യം, അനുഭവം, അതുപോലെ സേവനം, ഇത് മൂന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പരിശീലിക്കാൻ വേണ്ടിയാണ് ഒരു ക്ഷേത്രം വെച്ചിട്ടുള്ളത്. ഒന്ന് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞത്? എന്തിനാണ് ഒരു ക്ഷേത്രം വെച്ചിട്ടുള്ളത്? ഒരു ക്ഷേത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വിഗ്രഹം അങ്ങോട്ട് ദൈവമായി മാറും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് മാറും തോന്നുന്നുണ്ടോ? അങ്ങനെ മാറാൻ പറ്റില്ല. ഇവിടെ പണ്ട് മാപ്പിള കലഹം എന്നൊരു ലഹള വന്നില്ലേ പണ്ട് കാലത്ത്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മലബാർ ലഹള കേട്ടില്ലേ? മലബാർ ലഹളയിലാണോ അറിയില്ല, എനിക്കൊന്നും തീപിടുത്തുള്ള സമയത്ത് പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് അഗ്നിബാധ ഉള്ളപ്പോഴാണോ അറിയില്ല, ഗുരുവായൂരപ്പൻ കുറച്ചു കാലം അമ്പലപ്പുഴ പോയി താമസിക്കണ്ടായി. കേട്ടിട്ടുണ്ടോ അറിയില്ല ആരെങ്കിലും?
കേട്ടിട്ടുണ്ടോ? ഈ വിഗ്രഹം തന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി അമ്പലപ്പുഴ കൊണ്ടുവച്ചിരുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു കലാപത്തിന്റെ സമയത്തായിരുന്നു ആക്രമണത്തിന്. കാരണം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം തല്ലിപ്പൊട്ടിക്കുമായിരുന്നു. ശബരിമല അയ്യപ്പന്റെ അമ്പലത്തിലുള്ള വിഗ്രഹം ആദ്യം അതൊരു ദാരുശില്പമായിരുന്നു. ദാരു മരം കൊണ്ട് അതിനെ കത്തിച്ചു കളഞ്ഞു. പിന്നെ കരിങ്കല്ല് കൊണ്ട് സുചിത്ര തിരുനാള് പ്രതിഷ്ഠ വെച്ചത് അതും പൊട്ടിച്ചു കളഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ പഞ്ചലോഹ വിഗ്രഹം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഒറിജിനൽ വിഗ്രഹം അല്ല ഇപ്പോഴത്തെ വിഗ്രഹം. അത് തല്ലിപ്പൊട്ടിച്ചു മുഗളന്മാരുടെ കാലത്ത്, ഔറംഗസീബിന്റെ കാലത്ത്. ഇപ്പം പിന്നീട് അഹല്യാദേവി വെച്ച, അഹല്യ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ രാജ കുടുംബത്തിലെ അമ്മ, അവര് വെച്ച വിഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ആരാധന വെച്ചത് വിഗ്രഹം ഒരു ദൈവമായി നമ്മളെ ശരിയാക്കുമെന്ന് പറയാനല്ല. വിഗ്രഹം വെച്ചത് നമ്മളെ പരിവർത്തനം വരുത്തി നമ്മളെ മാനസികമായി ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അവനവനെ ഉയർത്താനുള്ള ഒരു സങ്കേതമാണ്, സാധനാ കേന്ദ്രമാണ് ഏത്? ക്ഷേത്രം. അപ്പൊ ഈ 3 കാര്യങ്ങൾ മറക്കരുത്, എല്ലാവരും ഓർത്തു വെക്കണം. ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രദക്ഷിണം വെക്കണം. എന്ത് വേണം? അതെന്തിനാണത്? തമോ ഗുണത്തെ അവർക്ക് പറയൂ രജോ ഗുണമാക്കാൻ. 2, ഓംകാരാദി മന്ത്രങ്ങൾ ജപിക്കണം. അതെന്തിനാണത്? രജോ ഗുണത്തെ സത്വഗുണത്തിലേക്ക് ഉയർത്താൻ. അപ്പോഴാണ് മനസ്സിന്റെ വെപ്രാളം, റെസ്റ്റ്ലെസ്നെസ് ഒക്കെ കുറഞ്ഞ് മനസ്സ് ഏകാഗ്രമാവുന്നത്. 3-മത്തത്, ആ രൂപത്തെ എവിടെ കാണണം? ഉള്ളിൽ കണ്ട് ആത്മ സമർപ്പണം നടത്തുമ്പോഴാണ് അവനവന്റെ കർത്തവ്യം, അതുപോലെ അനുഭവം, അതുപോലെ തന്നെ സേവനം, ഈ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥതയോടെ കൊണ്ടു നടക്കാൻ അതിന് സാധിക്കട്ടെ. അതിന് എനിക്ക് കിട്ടിയ അവസരത്തെ ഞാൻ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവനവന് സമർപ്പിക്കുമ്പോഴാണ് സമചിത്തത വരുന്നത്. അപ്പൊ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് സമചിത്തതയിലേക്കും നമ്മളെ വികസിപ്പിക്കുന്ന, പരിവർത്തനം വരുത്തുന്ന, ഉയർത്തുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. ഇതൊരു പരിവർത്തന കേന്ദ്രമാണ്. ഇങ്ങനെ ആയിരുന്നു നമ്മൾ വളർന്നതെങ്കിൽ കഴിവില്ലാത്തവരായി പറയൂ ആരും ഉണ്ടാവില്ല. അപ്പം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്ന് പറയാനാണോ? സനാതനധർമ്മം അതിനല്ല. സനാതനധർമ്മം മനുഷ്യനെ ശൂദ്രനിൽ നിന്നും ബ്രഹ്മത്തിലേക്ക് എത്തിക്കുന്ന പരിവർത്തനത്തിന്റെ മാർഗമാണ് സനാതന ധർമ്മം. ബ്രഹ്മമാണ് സനാതനം. അതിലേക്ക് ഉയർത്തുന്ന ധർമ്മത്തെയാണ്, മാർഗത്തെയാണ് സനാതന. ഉറക്കെ പറയൂ, ശരിയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പലരും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ ശാസ്ത്രവിധി പ്രകാരമാണോ പറയുന്നത്? ബ്രഹ്മസായുജ്യം, ബ്രഹ്മസാക്ഷാത്കാരം, അതല്ലേ ലക്ഷ്യം? ഹിന്ദുവിന്റെ ലക്ഷ്യം അതാണോ? 2nd ചാപ്റ്റർ ഗീത എടുത്തു നോക്കൂ. കൃഷ്ണൻ പറയുന്നുണ്ട് 2nd ചാപ്റ്ററിൽ ലാസ്റ്റ്, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥാനൈനാം പ്രാപ്തി വിമുഖ്യതി സിത്വാസ്യ മന്ദകാലേബി ബ്രഹ്മനിർവാണമൃച്ഛതി എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പൊ ഹിന്ദുവിന്റെ ജീവിത ലക്ഷ്യം ബ്രഹ്മനിർവാണത്തിലേക്ക് എത്തലാണ് എന്ന് പറയുമ്പോൾ ഹിന്ദു ഒരിക്കലും ജാതിയും പറഞ്ഞിരിക്കാനല്ല, മനുഷ്യനെ ആരിലേക്ക് എത്തിക്കണം? ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ. അതിന് എല്ലാവരും യോഗ്യരാണ്. എന്നാൽ ചിലരെന്താ യോഗ്യരല്ലാത്തത്? കാരണം തമോ ഗുണം അധികരിച്ചിരിക്കണോ. അപ്പൊ തമോ ഗുണത്തെ എങ്ങനെയാ മാറ്റേണ്ടത്? പ്രദക്ഷിണം ചെയ്തോളാം. മനസ്സിലായില്ലേ? ആക്ഷൻ കൊണ്ടേ ഒരു ലതാർജി മാറ്റാൻ പറ്റുള്ളൂ. ആക്ഷൻ ഇല്ലാതെ പറ്റില്ല. ഉപദേശിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ വെക്കേഷനിലൊക്കെ ഉണ്ടല്ലോ, വരാൻ പോകുന്ന വെക്കേഷനിലെ കാലത്തെണീറ്റ് എവിടെ പോണം? അമ്പലത്തിൽ പോയിട്ട് ചുളുവിൽ ഒളിവിൽ തൊഴുതു വരികയാണോ? അല്ല, അങ്ങനെ തൊഴുതിട്ട് യാതൊരു കാര്യമില്ല. എന്ത് ചെയ്യണം? ആദ്യം പ്രദക്ഷിണം വെക്കുമ്പോഴാണ് ഉള്ളിലുള്ള തമോ ഗുണം. ക്ലിയർ ആണോ പറയുന്നത്? തമോ ഗുണം എന്താവും? എനർജി കാൻ ബി ക്രിയേറ്റഡ്, ബട്ട് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ്. ഫിസിക്സ് ആണ് ചെയ്യുന്നത്. ഫിസിക്സ് ട്രെയിൻ ചെയ്യാണ്. എന്താ നോക്കൂ നിങ്ങൾ, ഫിസിക്സ് അവിടെ പഠിപ്പിക്കുകയാണ്, ഇവിടെ പരിശീലിക്കുകയാണ് നമ്മള്. ഫിസിക്സ് എക്സ്റ്റേണൽ എനർജിയെ കുറിച്ച് പറയുന്നു. ഇത്
ഇന്റേണൽ എനർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതല്ലേ ഗ്രേറ്റ്? ആണോ? അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാര് തല കുത്തി മറഞ്ഞിട്ടും ഹിന്ദു മതത്തെ തൊട്ടാൻ പറ്റാത്തത്. കാരണം എഴുതി വെച്ചിരിക്കുന്ന അത്ര പെർഫെക്റ്റ് ആണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓരോ ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾക്ക് അതിനോട് ആ റെസ്പെക്ട് വരികയാണോ അല്ലയോ? പറയൂ നിങ്ങൾ. ഇതിന്റെ ആ ഒരു സയൻസ് ഉൾക്കൊള്ളുമ്പം നമുക്ക് മനസ്സിലായി, ഇത്രയും മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്ന ഒരു കൃതി പറയൂ ലോകത്തിലില്ല. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ കുട്ടികൾ വളർന്നിരുന്നെങ്കിൽ ലോകത്തിന്റെ നെറുകയിലെത്തുമായിരുന്നു നമ്മുടെ കുട്ടികൾ. ഇപ്പൊ ഞാൻ ഈ പറയുന്നതൊന്നും ഒരു പുസ്തകത്തിലുള്ള ഞാൻ ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുന്നു എന്നല്ലാതെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പഠിച്ചതും നമ്മൾ മനസ്സിലാക്കിയതും സാധന ചെയ്യുന്നതും വെച്ച് പറയുകയാണ്. ആണോ? ആണോ അല്ലയോ? അതുകൊണ്ടാണല്ലോ ഓരോ ആചാര്യന്മാരും ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്. അപ്പൊ അവരവരുടെ സാധന, അവരവരുടെ കൺവിക്ഷൻ, അവരവരുടെ ക്ലാരിറ്റി അത് ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളും മെനക്കെട്ടാ നിങ്ങൾക്ക് കിട്ടും. ഇതൊരാൾക്കായിട്ട് തന്നൊന്നുമല്ല, എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? പറയൂ. അപ്പൊ ആരാ ഇവിടെ മോശക്കാര്? ഇവിടെ ആരെങ്കിലും മോശക്കാരാണോ? അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് നോ വൺ ഈസ് യൂസ്ലെസ്, ബട്ട് യു യൂസ്ഡ് ലെസ്. നിങ്ങളാണ് കൊള്ളരുതാത്തവരാക്കിയത്. നോ വൺ ഈസ് യൂസ്ലെസ്. നിങ്ങൾ അവരെ വേണ്ട പോലെ അവരെയില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് മെനക്കെടണം, പണിയെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാം ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം. ജീവിതം ഒരു ദുഃഖവും ഇല്ല. പിന്നെ ഈ ദുഃഖക്കാർക്കറിയോ? തമോ ഗുണം കൊണ്ട് നടക്കുന്ന, രാവിലെ തന്നെ എന്ന് പറഞ്ഞ് നടക്കുന്നവര് ഈ തേങ്ങ തിരകുന്ന പോലെയാണ്. രാവിലെ തുടങ്ങും പരാതികള്. മനസ്സിലാവുണ്ടല്ലോ? ഈ രീതിയിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഞാൻ കൈകൂപ്പി പറയാണ്, രാവിലെ എണീറ്റ് ഏതെങ്കിലും അടുത്ത അമ്പലത്തിൽ പോവുക, ഒരു 8-9 തവണയെങ്കിലും എന്ത് ചെയ്യണം? പ്രദക്ഷിണം വെക്കുക. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് കുറച്ച് ഓങ്കാരവും നാമവും ജപിക്കുക. മനസ്സിൽ കാണുക രൂപം. ധ്യാനനിരതരായിട്ട് പടതിരിപ്പാടവർ ധ്യായാമോ, ധ്യാനിക്കണം. മഞ്ജീരം മഞ്ജുനാഥൈ ഇവ പദഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജൽ പ്രണതജനമനോ മന്ദരോത്താരകൂർമ്മം ഉത്തുംഗാതാമ്രരാജൻ നഗരഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനം സന്താപദ്വന്ദഹന്ത്രിം തതിമനുകലൈ മംഗലാം അങ്കുലീനം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷ ദ്യുതരുകിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി. ഉള്ളിൽ കാണണം, ചിത്തത്തിൽ കാണണം, ആ പാദമൂലം കാണണം. അങ്ങനെയൊക്കെ പണിയെടുത്താൽ, മെനക്കെട്ടാൽ നന്നാവും. ആര് നന്നാവും? അവനവൻ നന്നാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ നന്നാക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങൾക്ക് സാധിക്കും. അതിനൊന്ന് പണിയെടുക്കണം, മെനക്കെടണം, കാലത്ത് എണീക്കണം. വേണോ? എത്ര പേര് നന്നാവാൻ തീരുമാനിച്ചു? അപ്പൊ അതിനർത്ഥം ഇതുവരെ നോക്കിയിട്ടില്ല എന്നല്ല അർത്ഥം. അതും നല്ലൊരു തെളിവല്ലേ ഇപ്പൊ അത്? നല്ലൊരു ജന്മം കൊണ്ടുപോയി പുകച്ചു തീർക്കേണ്ട വല്ലൊരു കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ഉൾക്കൊണ്ട ആരെ കുറിച്ച് ദുഃഖിക്കണം? സത്യം പറഞ്ഞ ഇവിടെ ആത്മഹത്യയില്ലേ നിങ്ങള്? ഭർത്താവ് ശരിയല്ല, അവള് ശരിയല്ല, ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ഇരിക്കില്ലേ നിങ്ങള്? ശരിയില്ലാത്തവരവിടെ ശരിയില്ലാതിരിക്കട്ടെ, ഞാൻ എന്റെ വഴി. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഒരാളെ നേരെയാക്കി ഇവിടുന്ന് രക്ഷപ്പെടാമെന്നൊരിക്കലും എന്താ മിണ്ടാത്തത്? വിചാരിച്ചിട്ട് കാര്യമില്ല. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഗുരുവായൂരിലാണോ അറിയില്ല, ഒരു ആള് എന്ത് ടെൻഷൻ വന്നാലും ഒരു പ്രശ്നവുമില്ലാതെ പുഞ്ചിരിക്കും. അയാൾക്ക് എന്ത് ടെൻഷൻ വന്നാലും ഉടനെ അയാൾ പേഴ്സ് എടുക്കും, നോക്കും, ചിരിക്കും.
എല്ലാവരും വിചാരിച്ചു ഗുരുവായൂരപ്പന്റെ ചിത്രമായിരിക്കുന്ന. അപ്പൊ നോക്കുമ്പോൾ ഗുരുവായൂരപ്പന്റെ ചിത്രമല്ല, ഒരു പെണ്ണിന്റെ ചിത്ര. അപ്പൊ ആരോ ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് അത്ര ശരിയില്ല കേട്ടോ. അയാൾക്ക് ടെൻഷനിൽ വരുന്ന സമയത്തൊക്കെ അയാള് ഏതോ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അയാൾക്ക് എന്തോ ഒരു ആവേശമൊക്കെ കാണുന്നുണ്ട്. ഭാര്യയ്ക്ക് ഇത് കേട്ടാ പോരെ, സംശയം കയറി പിടിച്ചില്ലേ, ഈ മനുഷ്യൻ വേറൊരു അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു, വരട്ടെ ഇങ്ങോട്ട് ഞാൻ ശരിയാക്കി കൊടുക്കണം, അയാളുടെ ഫേസ്ബുക്ക് ഞാൻ ഫേസ് ആക്കി കൊടുക്കുന്നു. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ച് ഭർത്താവ് വന്നപ്പം ചായയൊക്കെ അവിടെ വെക്കി, ആദ്യം ഇത് നോക്കട്ടെ, പേഴ്സ് എടുക്കുന്ന. ഭർത്താവ് പറഞ്ഞു, എന്തിനാ സുഭദ്ര നിനക്ക് എന്റെ പേഴ്സ് കാണണമെന്ന് നിർബന്ധിച്ച് പേഴ്സൊക്കെ കൊടുത്തു. പേഴ്സ് നോക്കിയപ്പോ ഭാര്യ ശരിക്കും ഞെട്ടിപ്പോയി. ഭാര്യയുടെ ഫോട്ടോ. ഈ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഭാര്യ കൈയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, അത്രയൊക്കെ സ്നേഹമുണ്ട്, ഇപ്പോഴാ മനസ്സിലായതെന്ന്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വിചാരിക്കരുത് സുഭദ്രെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ടെൻഷൻ വരുമ്പം ഈ ഫോട്ടോ നോക്കുമ്പോ എന്റെ മനസ്സ് പറയും, ഇത്രയും വലിയൊരു പ്രശ്നം നിനക്ക് ഡീൽ ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെയുണ്ടോ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടേ അല്ല പറഞ്ഞോ, ഇത് വേറെ ആരുടെ ഒരു കഥ, ആരോ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. എനിക്കിപ്പോ നിങ്ങളെന്തിനാ അതൊക്കെ. അതായത് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ദുഃഖിക്കാനോ വിഷമിക്കാനോ പരാതി പറയാനോ പരിഭവം പറയാനോ എന്തൊക്കെ ഉണ്ട്. നോക്കൂ, കൃഷ്ണന്റെ ജീവിതം തന്നെ എടുത്തു നോക്ക്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പൊ സമാധാനം കിട്ടിയിട്ടുണ്ട്, കൃഷ്ണനൊക്കെ കിട്ടിയിട്ടുണ്ടോ? കൃഷ്ണനെ ഇൻസൾട്ട് ചെയ്യുന്ന ദുര്യോധനൻ ഇൻസൾട്ട് ചെയ്യുന്നത് ശിശുപാലൻ ഇൻസൾട്ട് ചെയ്യുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ശിശുപാലനൊക്കെ അപമാനപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടാ പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് തോലൂരി. അത്ര മോശം വാക്കുകളാണ് ശിശുപാലൻ ഉപയോഗിച്ചത്. കൃഷ്ണനെ നോക്കി ജീവിച്ചിരുന്ന കൃഷ്ണൻ. അപ്പൊ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടും ചെന്താമര കണ്ണനുണ്ടോ കരനിറാ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കൃഷ്ണൻ. അതല്ലേ ജീവിതം? അതല്ലേ ജീവിതം? ആണോ? ഈ ധൈര്യം നമുക്കുണ്ടാവണമെങ്കിൽ ഇത് പരിശീലിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, വിത്തൗട്ട് പരിശീലനം, അഭ്യാസം വിന ഒന്നും ഉണ്ടാവാൻ പോലെ. അഭ്യാസമില്ലാതെ ഒരു സംഗതി കിട്ടാൻ പോകില്ല. നിങ്ങൾക്ക് നന്നാവണോ, നിങ്ങൾ എണീറ്റ് പണിയെടുക്കണം, പരിശീലിക്കണം. നിങ്ങൾക്ക് ഉയരണോ, നിങ്ങൾ കാലത്തെണീറ്റ് വല്ല അമ്പലത്തിൽ പോയോ, അല്ലെങ്കിൽ കുറച്ച് ഇനിയിപ്പോ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ പ്രാണായാമം, പ്രത്യാഹാരം, നിത്യവിവേക വിചാരം, വ്യാപ്യസമേതം സമതിവിധാനം, കുർവവദാനം മഹദവദാനം, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി. ആദിശങ്കരാചാര്യ സ്വാമി പറയുന്നു, കുറച്ചു നേരം ഇരുന്ന് പ്രാണായാമം ചെയ്യൂ, അപ്പോഴും തമോ ഗുണം പോവും. ജപിക്കൂ, രജോ ഗുണം പോവും. ഉള്ളിൽ ധ്യാനം ചെയ്യൂ, സത്വഗുണം ക്രമേണ സമചിത്തമാവും. ഇത് ഉള്ളിൽ നിങ്ങൾക്ക് പരിശീലിച്ചെടുത്താൽ സാധിക്കും. അമ്പലത്തിൽ പോയാൽ എളുപ്പമാണ്, ഇതിത്തിരി മെനക്കെടൽ കൂടുതലാണ്, പ്രാണായാമമൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഈ രീതിയിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരിശീലനം വേണം.